ഇന്ന് രാവിലെ മോർണിംഗ് ഷോ ആരംഭത്തിൽ നമ്മൾ പങ്കുവച്ചിരുന്ന ഒരു വാർത്ത എന്നുള്ളത് പാകിസ്ഥാൻ വിമാനങ്ങളും ഇന്ത്യൻ യുദ്ധവിമാനവും തമ്മിൽ ശ്രീനഗറിന്റെ ആകാശത്ത് വെച്ച് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി എന്നുള്ളതാണ്. അതിനുശേഷം ഒരു പാക് വിമാനം വെടിവെച്ചിട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. സ്ഥിരീകരണം ഔദ്യോഗികമായി ഇതുവരെയും ഇല്ല. എങ്കിൽ പോലും അത് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശ്രീനഗറിൽ തന്നെ ലസ്ജാൻ എന്ന ജനവാസ മേഖലയ്ക്ക് സമീപം ആ വിമാനത്തിന്റെ ഇജക്ടർ തകർന്നു വീണു. ഒരു വീട്ടിലെ ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. ആ വീട്ടിലെ പിൻവശത്തുള്ള മുറ്റത്താണ് ഈ ഇജക്ടർ, മതിലിനോട് ചേർന്നാണ് ആ ഇജക്ടർ തകർന്നു വീണത് എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായത്. ആ വീട്ടുകാർ എല്ലാം ഉണർന്നിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ആർക്കും തന്നെ അപകടങ്ങളോ പരിക്കോ പറ്റിയിട്ടില്ല. തകർന്ന വിമാനത്തിലെ പൈലറ്റ് ഇജക്റ്റ് ചെയ്തിരിക്കുന്നു വിമാനത്തിൽ എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം SKN. ഇതൊരു മലയോട് ചേർന്ന സ്ഥലമാണ്, ജനവാസ മേഖലയാണ്, ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകൾ അടുത്തടുത്തുള്ള ഒരു പ്രദേശമാണ്. അവിടെയാണ്, അവരുടെ വീടിൻ്റെ പിൻമുറ്റത്താണ് ഈ വിമാനത്തിൻ്റെ ഭാഗം ഇജക്ടർ തകർന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വിവരമറിഞ്ഞ് ഉടൻ തന്നെ അധികൃതർ എത്തുകയും ആ തകർന്നു വീണ യന്ത്രഭാഗങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ ഈ വീട്ടുകാരോട് എല്ലാം തന്നെ ഈ കാര്യങ്ങൾ, വിശദാംശങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയിരിക്കുകയാണ്. നിലവിലിപ്പോൾ ഇവിടെ കർശനമായ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ജമ്മു കശ്മീർ പോലീസ് കമാൻഡോകൾ അടക്കമുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു നടപടി ഇപ്പോൾ പുരോഗമിക്കുന്നത്, ഈ ഇജക്റ്റ് ചെയ്ത പൈലറ്റിന് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. സ്വാഭാവികമായും അത്തരത്തിൽ വിമാനം തകരുകയും ഈ വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് ഇജക്റ്റ് ചെയ്തു എന്നും വ്യക്തമാകുമ്പോൾ ഈ പാക് പൈലറ്റ് ഈ പരിസരത്ത് എവിടെയോ തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് കനത്ത സുരക്ഷാ ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ അതിർത്തി മേഖലകളിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യം തുടരുകയാണ്. SKN. ഓക്കെ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന്.